ഗുരുപാദവും തിരുപാദവും നമസ്കരിച്ച് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിനിടയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്, അനുഭവിക്കുന്ന സംഘർഷങ്ങൾ നിരവധിയാണ്. അപ്പോൾ എന്താണ് ഇതിനെല്ലാം മാർഗം? എന്തിനിലൂടെ നമ്മൾക്ക് ഇതിൽ നിന്നെല്ലാം വെളിയിൽ വരാൻ പറ്റും? അതിനൊക്കെ നമുക്കൊരു വഴികാട്ടി ആവശ്യമാണ്, അല്ലേ? ഒരു ഗുരുവിനെ ആവശ്യമാണ്. പലരും ചോദിക്കും, ഗുരുവിനെ എങ്ങനെ കണ്ടെത്താം? എന്താണ് മാർഗം? നാം തന്നെ ഇത് തിരിഞ്ഞു പിടിക്കണോ, അതോ ഗുരു തന്നെ നമ്മളെ കണ്ടെത്തുമോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി, ശിഷ്യൻ നമ്മൾ തയ്യാറായാൽ ഗുരു നമ്മളെ തേടിയെത്തും. പക്ഷേ ആ തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്ത് വേണം. മനസ്സിൽ ഭക്തിയുണ്ടോ, സത്യസന്ധതയുണ്ടോ, ദൈവത്തോടുള്ള അപേക്ഷയുണ്ടോ എന്നത് മാത്രമാണ് കാര്യം. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. അദ്ദേഹം സ്വാർത്ഥതയില്ലാത്തവനായിരിക്കും. പണമോ പ്രശസ്തിയോ സ്ഥാനമാനങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകം പോലെയായിരിക്കും. കാണുന്നവർക്ക് പ്രചോദനമാകും അത്. ഗുരുവിൻ്റെ സമീപത്തിരുന്നാൽ മനസ്സിന് ഒരു സമാധാനം ലഭിക്കും. ഭയമില്ല, നിർബന്ധമില്ല. ദൈവത്തിൻ്റെ കരുണ പോലെ ഗുരുവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ തൊടും. അത് മനസ്സിലാക്കണം, ഫീൽ ചെയ്യണം. ഗുരുവിനെ സ്വീകരിച്ചാൽ നമ്മൾ ശിഷ്യരുടെ ജീവിതം എങ്ങനെയാകും മാറുക? അതാണ് അത്ഭുതം. ഗുരുവില്ലാത്ത ജീവിതം ഒരു ഭൂപടമില്ലാത്ത യാത്ര ചെയ്യുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഗുരുവിനെ കണ്ടാൽ വഴികാട്ടി ലഭിച്ചതുപോലെയാകും. ജീവിതത്തിനൊരു ദിശ കിട്ടും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നതിനെപ്പറ്റി ഗുരുവിൻ്റെ വാക്കുകൾ വഴി നമ്മൾക്ക് മനസ്സിലാകും. ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകും. അവിടെ ആശങ്കയ്ക്ക് ഇടമേയില്ല, സംഘർഷങ്ങളേയില്ല, പേടിക്ക് സ്ഥലമില്ല. എൻ്റെ പിന്നാലെ ഒരാളുണ്ട്, എനിക്ക് നല്ലതിനായി ഒരാളുണ്ട് എന്ന ഒരു ബോധം വലിയൊരു ആത്മവിശ്വാസം നമ്മൾക്ക് നൽകും. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ പഴയ കർമ്മങ്ങൾ ലഘൂകരിക്കപ്പെടും. ജീവിതം കൂടുതൽ തെളിച്ചത്തോടെ നമ്മൾക്ക് മുന്നോട്ട് പോകുന്നത് അറിയാൻ പറ്റും. ഗുരുവില്ലാത്ത ഭക്തി പലപ്പോഴും വികാരം മാത്രമായിരിക്കും, പലപ്പോഴും ഒരു ഭ്രമം മാത്രമായിരിക്കും. പക്ഷേ ഗുരുവിലേക്കുള്ള ഭക്തി ദൈവാനുഭവമായി മാറും. ഗുരു ദൈവത്തിലേക്കുള്ള പാലമാണ്. ഗുരുവിലൂടെ ശിഷ്യൻ ദൈവത്തെ അനുഭവിക്കുകയാണ്. ഇപ്പോൾ ഒരു ചോദ്യം വരും, ഗുരുവിനെ കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ദിവസേന എന്താണ് അനുഷ്ഠിക്കേണ്ടത്? ആദ്യം പ്രാർത്ഥന. പ്രഭാതത്തിൽ കണ്ണ് തുറന്ന ഉടനെ പറയണം, ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് യഥാർത്ഥ ഗുരുവിനെ കൊണ്ടുവരിക. ശരിയായ വഴിയിൽ നടക്കാൻ എനിക്ക് ശക്തിയും ബുദ്ധിയും തരിക. ഹൃദയത്തിൽ നിന്നുള്ള ഈ അപേക്ഷ ഒരിക്കലും വെറുതെയാകില്ല. വഴി അറിയില്ല, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല. ജീവിതത്തിൽ ദൈനംദിനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ധാരാളമാണ്. അനുഭവിക്കേണ്ട കഷ്ടങ്ങൾ നിരവധിയാണ്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ ശരിയായ വഴിയിലേക്ക് നീ നടത്തുക. എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുക. ദൈവമെന്ന ശക്തി, ശിവനെന്ന ശ്വാസം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം ആ ശക്തി നമ്മളെ നേരായ രീതിയിൽ നയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുരു നമ്മളെ തേടിയെത്തും. അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക, ഇരിക്കുക, ജീവിക്കുക. ഗുരുമന്ത്രമുണ്ട്, ഓം ഗുരവേ നമ. ദിവസേന 11 പ്രാവശ്യം അല്ലെങ്കിൽ കഴിയുന്നത്ര ഹൃദയത്തോടെ ജപിക്കാൻ ശ്രമിക്കുക. സന്ധ്യാസമയത്ത് ഒരു വിളക്ക് തെളിയിക്കുക, മറക്കാതെ. വിളക്കിൻ്റെ മുന്നിലിരുന്ന് 2 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. ഹൃദയത്തിൽ ഗുരുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കുക. ഗ്രന്ഥങ്ങൾ വായിക്കുക, കഴിയുന്നതും ഭഗവത്ഗീത, ഉപനിഷത്തുകൾ, ഗുരുഗീത, സ്കന്ദപുരാണം, ശിവപുരാണം, ദേവി മാഹാത്മ്യം ഇവയെല്ലാം വായിക്കുമ്പോൾ മനസ്സിൽ ഗുരുവിൻ്റെ മഹത്വം വ്യക്തമായി മനസ്സിലാകും. ദേവി മാഹാത്മ്യം എല്ലാം വായിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ആ യാഥാർത്ഥ്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നമ്മൾക്ക് മനസ്സിലാകാൻ പറ്റും. ദേവി മാഹാത്മ്യത്തിലെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെയെല്ലാം ജീവിക്കണം, എങ്ങനെ അവൻ്റെ ചിന്തകളെ നിയന്ത്രിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. സേവനം ചെയ്യുക, മറ്റുള്ളവർക്ക് കഴിയുന്നത്ര ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുക, ധ്യാനം ചെയ്യുക. ദിവസേന 5 മിനിറ്റെങ്കിലും ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മനസ്സിൻ്റെ ശുദ്ധിയാണ് ഗുരുവിലെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ശക്തി. ഉറങ്ങുന്നതിന് മുൻപ് ദൈവത്തോട് നന്ദി പറയാൻ മറക്കരുത്. ഇന്ന് വരെ നീയാണ് എൻ്റെ ഗുരു, എന്നാൽ ഈ ശരിയായ ഒരു ഗുരുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് വരുത്തണം. ഈ നന്ദി പ്രാർത്ഥന ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കും. ഒരേ ഒരു വാക്കേ ഉള്ളൂ പറയാൻ, ഗുരു എന്ന് പറയുന്നത് ജീവനുള്ള ദൈവം തന്നെയാണ്. ഗുരുവിനെ കണ്ടാൽ ജീവിതം വെറും ജീവനല്ല, ദൈവാനുഭവമായിട്ടാണ് മാറുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഗുരുദേവ, എൻ്റെ ജീവിതം കൈപിടിച്ച് നടത്തണം, എൻ്റെ ഓരോ ചുവടും ദൈവത്തിലേക്ക് ആക്കണമെന്ന്. ഗുരുവിനെ കണ്ടെത്താനുള്ള മാർഗവും വഴിയും എല്ലാം താനേ തെളിയും. ഗുരുവിനെ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന അനുഭവവും ഗുരുവിനെ ലഭിക്കാനായി ചെയ്യാവുന്ന പ്രാർത്ഥനയും ഭക്തിപൂർവ്വം നമ്മൾ ചെയ്യേണ്ടത് ഹൃദയം തുറന്ന് സത്യസന്ധമായി പ്രാർത്ഥിക്കുക മാത്രമാണ്. ബാക്കി ദൈവവും ഗുരുവും നടത്തിക്കൊള്ളും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.